ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ നമുക്കിന്ന് ചിന്തിക്കാം. അപ്പോസ്തലനായ പൗലോസിന്റെ മാനസാന്തരത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. മാനസാന്തരപ്പെട്ടതിന് ശേഷം ഉണ്ടായ ചില കാര്യങ്ങൾ ഇന്ന് നാം വായിക്കുന്നു. 9:23 മുതൽ. കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. ശൗൽ അവരുടെ കൂട്ടുകെട്ട് അറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗരഗോപുരങ്ങളിൽ കാവൽ വെച്ചു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. അവൻ യെരുശലേമിലെത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. പിന്നെ അവൻ യെരുശലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോന്നു. യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ചു, തർക്കിച്ചു. അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി. സഹോദരന്മാർ അത് അറിഞ്ഞ് അവനെ കൈസരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു. അങ്ങനെ യഹൂദ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. ദമസ്കോസിലേക്ക് കർത്താവിൻ്റെ ശിഷ്യന്മാരെ നശിപ്പിക്കുവാൻ പോയ പൗലോസ് ഇപ്പോൾ അതേ നഗരത്തിൽ തന്നെ അയച്ച യഹൂദന്മാരെ മിണ്ടാതാക്കുകയാണ്. യഹൂദന്മാരോട് താൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, യേശു, നസ്രായനായ യേശുവാണ് മെശിഹ. പൗലോസ് അവിടെ കുറേ ദിവസങ്ങൾ താമസിച്ച് അവരോട് വാദിക്കുകയും അവരെ മിണ്ടാതാക്കുകയും ചെയ്തു. ഈ സമയമെല്ലാം യഹൂദന്മാർക്ക് പൗലോസ് പറയുന്ന കാര്യങ്ങൾക്ക് ബദലായി അവരുടെ വാദം നിരത്തുവാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ അവർക്കതിന് സാധിച്ചില്ല. അവർ ശ്രമിക്കാഞ്ഞിട്ടല്ല, കഴിഞ്ഞില്ല. യഹൂദന്മാരെ മിണ്ടാതാക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർക്ക് മറുപടി പറയാൻ ഇല്ലാതായപ്പോൾ എന്നാൽ പിന്നെ ഇവനെ ജീവിക്കാൻ അനുവദിക്കേണ്ട, ഇവനെ കൊന്നേക്കാം എന്ന് തീരുമാനിച്ചു. ഇതൊരു പുതിയ സംഭവമല്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം സ്തേഫാനോസ് കൊല്ലപ്പെടുവാനുള്ള കാരണം ഇതാണ്. യഹൂദ മത നേതാക്കന്മാർക്ക് അവനോട് മറുപടി പറയാൻ സാധിക്കാഞ്ഞതുകൊണ്ടാണ് സ്തേഫാനോസിനെ കൊന്നുകളഞ്ഞത്. 2025 സെപ്റ്റംബർ മാസത്തിൽ അമേരിക്കയിൽ ചാർലി കിർക്ക് എന്ന് പറയുന്ന ഒരാളെ വെടിവെച്ച് കൊന്നു. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതിൻ്റെ പ്രധാന കാരണം അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എതിരാളികൾക്ക് ഇല്ലായിരുന്നു എന്നതാണ്. ഇത് എല്ലാ കാലത്തും തുടരുന്ന ഒരു കാര്യമാണ്. വളരെയധികം സമയം യഹൂദന്മാർക്ക് ചിന്തിക്കുവാനും ഉത്തരം പറയുവാനും ഉണ്ടായിരുന്നു. എന്നിട്ടും അവർക്കതിന് സാധിച്ചില്ല. അവർ കൊല്ലുവാൻ ശ്രമിച്ചത് എങ്ങനെയാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. രാവും പകലും പൗലോസിനെ പിടിക്കുവാൻ, കൊല്ലുവാൻ കാവലാക്കി എന്നാണ്. എന്ന് വെച്ചാൽ പൗലോസിനെ പിടിക്കുവാൻ നോക്കിയിരുന്ന ആളുകൾക്ക് വേറെ ഒരു ജോലിയും ഉണ്ടായിരുന്നില്ല. എന്തായാലും ദൈവം അനുവദിച്ച് പൗലോസ് ഇതിനെക്കുറിച്ച് അറിഞ്ഞു, ഈ അപകടം അറിഞ്ഞു. അതുകൊണ്ട് വാതിലിൽ കൂടെ, അതായത് ദമസ്കോസ് സിറ്റിയിൽ നിന്നും വാതിലിൽ കൂടെ പുറത്തു പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവർ ചെയ്തത് ഒരു കൊട്ടയ്ക്കകത്താക്കി മതിൽ വഴിയായി പൗലോസിനെ താഴേക്ക് ഇറക്കി വിട്ടു. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും, ഒരാളെ ഇറക്കി വിടുവാൻ മാത്രം വലിപ്പമുള്ള കൊട്ട, ഇത്രയും ശക്തിയുള്ള കൊട്ടയും കയറും ഒക്കെ ഇവരുണ്ടാക്കിയോ എന്ന്. വാസ്തവം അതല്ല. എല്ലാ നഗരങ്ങളിലും ഗേറ്റ് അടച്ചു കഴിഞ്ഞാലും ചില വസ്തുക്കൾ മതിലിലൂടെ പുറത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി വലിയ കൊട്ടകൾ ഉപയോഗിക്കാറുണ്ട്. അത് കപ്പിയും കയറും ഒക്കെ ഉപയോഗിച്ചിട്ട് 3-4 ആളുകൾ പിടിച്ചാണ് അത് ഇറക്കുന്നത്. സാധാരണ ഈ കൊട്ടയിലൂടെയാണ്
അലക്കാനുള്ള തുണി പുറത്തേക്ക് കൊടുക്കുന്നതും അകത്തേക്ക് കൊണ്ടുവരുന്നതും. അപ്പോൾ പൗലോസിന് ഒരു പക്ഷേ അലക്കാനുള്ള തുണിയുടെ കൂടെ ഈ കൊട്ടയ്ക്കകത്തിട്ട് താഴേക്ക് അയച്ചതായിരിക്കാം. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരും പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് ഒരു ചെറിയ മനുഷ്യനായിരുന്നു എന്നാണ്. അതുകൊണ്ടാണല്ലോ കൊട്ടയ്ക്കകത്ത് കൊള്ളിക്കാൻ സാധിച്ചത്. ഏതായാലും കുതിരപ്പുറത്താണ് പൗലോസ് ദമസ്കോസിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ ദമസ്കോസിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് ഒരു കൊട്ടയ്ക്കകത്താണ്. യെരുശലേമിൽ നിന്നും എഴുത്ത് വാങ്ങി വലിയ അധികാരിയായി പോയ ആളാണ്. എന്നാൽ പട്ടണത്തിൽ നിന്നും മടങ്ങുന്നത് കൊട്ടയിൽ. താൻ വീണ്ടും മടങ്ങി യെരുശലേമിലേക്ക് പോയതായിട്ടാണ് നാം വായിക്കുന്നത്. യെരുശലേമിൽ ചെന്നപ്പോൾ താൻ യെരുശലേമിൽ തനിക്ക് പരിചയമുണ്ടായിരുന്ന ആളുകളുടെ അടുത്തേക്ക് പോയില്ല. പരിചയമുണ്ടായിരുന്നവർ എന്ന് പറഞ്ഞാൽ പൗലോസിന് ക്രിസ്ത്യാനികളെ പിടിക്കുവാനും ഉപദ്രവിക്കുവാനും അധികാരപത്രം കൊടുത്ത ആളുകൾ. അവരെ ഒന്നും കാണുവാൻ പൗലോസ് പോയില്ല. കാരണം പൗലോസിന് മാനസാന്തരമുണ്ടായി. അവർ തന്നെ ഏത് കാര്യത്തിന് അയച്ചോ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അവർ വിശ്വസിക്കുന്നതിന് വിപരീതമായ കാര്യമാണ് ഇപ്പോൾ പൗലോസ് വിശ്വസിക്കുന്നത്. അവർ യേശുവിനെയും തൻ്റെ ശിഷ്യന്മാരെയും ഇല്ലാതാക്കണമെന്ന് ശ്രമിച്ചവരാണെങ്കിൽ ഇപ്പോൾ പൗലോസ് പറയുന്നു യേശുവാണ് മെശിഹ, അവനെക്കുറിച്ച് പ്രസംഗിക്കണം, അവൻ്റെ ശിഷ്യന്മാർ വർദ്ധിക്കണം എന്ന വാശിയിലാണിപ്പോൾ പൗലോസ്. അതുകൊണ്ട് താൻ അവരുടെ അടുത്തേക്ക് പോയില്ല. പിന്നെ ആരുടെ അടുത്തേക്കാണ് ഇതെനിക്ക് പോകാൻ സാധിക്കുന്നത്? താൻ വിചാരിച്ചു യേശുവിൽ വിശ്വസിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോകാമെന്ന്. താൻ അതിന് ശ്രമിച്ചു. പക്ഷേ ഒരു വലിയ പ്രശ്നം, യെരുശലേമിൽ നിന്നും യഹൂദന്മാരായ ക്രിസ്തീയ വിശ്വാസികളെ നശിപ്പിക്കുവാൻ ശ്രമിച്ചയാളാണ് പൗലോസ്. ഇനി യഹൂദന്മാരായ ക്രിസ്തു വിശ്വാസികൾ ദമസ്കോസിലുണ്ടെങ്കിൽ അവരെയും പോയി കൊല്ലണം എന്ന് വാശി ഉണ്ടായിരുന്ന പൗലോസ് അതിനുള്ള അധികാരം പത്രം വാങ്ങി ദമസ്കോസിലേക്ക് പോയതാണ്. ആ ആളിപ്പോൾ മടങ്ങി വന്ന് ക്രിസ്തു വിശ്വാസികളോട് ചേരാൻ ശ്രമിച്ചാൽ എല്ലാവർക്കും തോന്നുന്ന സംശയം അവർക്കും തോന്നി, ഇയാൾ നമ്മളെ വഞ്ചിക്കാൻ വന്നതാണോ? ഒളിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളെ കണ്ടുപിടിച്ച് അവരെയും കൂടെ കൊല്ലാനാണോ ഇയാൾ ശ്രമിക്കുന്നത് എന്ന മുൻവിധി അവർക്കുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ഭയമാണ്, ഇയാളെ വിശ്വസിക്കുവാൻ പറ്റില്ല. നമ്മളവിടെ വായിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ശിഷ്യന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇയാളെ നമ്മുടെ കൂടെ കൂട്ടാൻ സാധിക്കില്ല. ഒരു പുതിയ ആൾ നമ്മുടെ സഭയിലോ നമ്മുടെ കൂട്ടായ്മയിലോ വന്നാൽ ഒരു പരിചയമില്ലാത്ത ആളാണെന്നിരിക്കട്ടെ, നമ്മൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തോട് പെരുമാറുക? എനിക്ക് ഉറപ്പുണ്ട് ചിലരെങ്കിലും ഒരല്പ സംശയത്തോടു കൂടിയാണ് അയാളെ വീക്ഷിക്കുന്നത്. എന്തിനാണ് ഇയാൾ ഇവിടെ വന്നത്? നമ്മളെ ഉപദ്രവിക്കാനാണോ? നമ്മുടെ പണം പിടുങ്ങാനാണോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ എല്ലാ കാലത്തും ആളുകൾക്കുണ്ടായിരുന്നു. ആ ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു. ഇയാൾ നമ്മെ വഞ്ചിക്കാൻ വരുന്നതാണോ? ഇങ്ങനെ എല്ലാവരും പേടിച്ചിരുന്ന സമയത്ത് ബർന്നബാസ് എന്നയാൾ അയാൾ പൗലോസിനെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോസ്തലന്മാർക്ക് പരിചയപ്പെടുത്തുകയാണ്. പൗലോസ് അല്ല, ശൗലാണ് ദമസ്കോസിലേക്ക് പോയത്. എന്നാൽ ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്നത് ആ ശൗലല്ല, മാനസാന്തരപ്പെട്ട ശൗലാണ്. വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടു, തനിക്കൊരു മാനസാന്തരമുണ്ടായി. ദമസ്കോസിൽ തന്നെ യേശു ദൈവപുത്രനാണ്, മെശിഹയാണെന്ന് പ്രസംഗിച്ചു. ഈ കാര്യങ്ങളെല്ലാം പൗലോസ് ചെയ്തു എന്ന് ബർന്നബാസ് ചോദിച്ചറിഞ്ഞു. അല്ലാതെ ഒരു വഴിയില്ല. ബർന്നബാസ് പൗലോസിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചു. അതിൻ്റെ കാരണം ബർന്നബാസിന് മറ്റുള്ളവരെ പോലെയുള്ള മുൻവിധി ഇല്ലായിരുന്നു. മുൻവിധി എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ഒരാൾ തീർച്ചയായും കള്ളനായിരിക്കും. ആ പേരുള്ള ആളുകൾ അല്ലെങ്കിൽ ആ വേഷം ധരിച്ചു വരുന്ന ആളുകൾ, ഇന്ന സ്ഥലത്തുനിന്ന് വരുന്ന ആളുകൾ, അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല, നമ്പാൻ പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? പോട്ടെ, ഇന്ന ജാതിയിൽ നിന്ന് വരുന്നവരെ നമുക്ക് അവരെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ മുൻവിധി ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ ബർന്നബാസ് വ്യത്യസ്തനായിരുന്നു. ബർന്നബാസ് ഇവൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവൻ കളവാണ് പറയുന്നതെങ്കിലോ ബർന്നബാസ് അതിനെക്കുറിച്ച് ചിന്തിച്ചേയില്ല. ബർന്നബാസ് വളരെ പോസിറ്റീവായിട്ടാണ് പൗലോസിനോട് ഇടപെട്ടത്. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചു, അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ നോക്കുന്ന ഒരാളായിരുന്നു ബർന്നബാസ്. അതുകൊണ്ട് തന്നെ പൗലോസിനെ അപ്പോസ്തലന്മാർക്ക് പരിചയപ്പെടുത്തി. അപ്പോസ്തലന്മാർ ഇപ്പോഴും യെരുശലേമിലുണ്ട്. അവർ യഹൂദന്മാരോട് സുവിശേഷം പറഞ്ഞവരാണ്. അവർ പിന്നെ അവിടുന്ന് ഇതുവരെ ചിതറിപ്പോയിട്ടില്ല. അവർ യെരുശലേമിൽ തന്നെ താമസിക്കുന്നു. ഈ യെരുശലേമിൽ ചില യഹൂദന്മാർ, അവർ യെരുശലേമിലോ യഹൂദയിലോ താമസിക്കുന്നവരല്ല, യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരാണ്. അവർ യെരുശലേമിലുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലന്മാരുടെ അടുത്ത് വന്നു സഭയിൽ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ
പൗലോസ് ചെയ്ത ആദ്യത്തെ ശുശ്രൂഷ യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരോട് ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ സന്ദേശം പറയാൻ തുടങ്ങി. യേശുവാണ് മിശിഹ എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. പൗലോസ് മാനസാന്തരപ്പെടുന്ന സമയത്ത് അനന്യാസിനോട് ദൈവം പറഞ്ഞു, ഇവൻ പല ജാതികൾക്ക് മുമ്പാകെ എൻ്റെ സാക്ഷിയാകും. ഇപ്പോൾ യെരുശലേമിൽ വിദേശികളായിട്ടുള്ള യവനന്മാർ, അവരോട് പൗലോസ് സംസാരിക്കുകയാണ്. അവരോട് യേശു ആരാണെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്കത് മനസ്സിലായി. എങ്ങനെ അറിയാം? അവർക്കത് മനസ്സിലായതുകൊണ്ടാണ് അവർക്കും പൗലോസിനെ കൊല്ലണമെന്നുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ദൈവപുത്രനാണ്, മിശിഹയാണ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ ക്ഷോഭിക്കും. അതാണ് അവരുടെ സ്വാഭാവികമായ പ്രതികരണം. അതിവിടെയും ഉണ്ടായി. യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർക്കും പൗലോസിനെ കൊല്ലണമെന്നുണ്ടായി. ഉടനെ ശിഷ്യന്മാർ തന്നെ അവിടെ നിന്ന് രക്ഷിക്കുകയും അവിടെ നിന്ന് കൈസരിയിലേക്കും അവിടെ നിന്ന് താൻ തൻ്റെ സ്വന്തം നാടായ തർസോസിലേക്കും പോയതായി നാം വായിക്കുന്നു. അതിൻ്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നത് ഇങ്ങനെ ആ ഭാഗത്തുള്ള സഭകൾക്കെല്ലാം സമാധാനമുണ്ടായി. അത് ഒരു അധ്യായത്തിൻ്റെ അവസാനം പോലെയാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, സത്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ അത് മറ്റുള്ളവരോട് പറയുക. ആ മാതൃക പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, നമുക്കൊരാളെക്കുറിച്ച് മുൻവിധികളില്ലാതെ പെരുമാറാൻ സാധിക്കണം. പൗലോസ് നേരത്തെ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചവനാണ്, മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നു. അതങ്ങ് വിശ്വസിക്കുക, പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി അയാൾ കള്ളനാണെങ്കിലോ? ആണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ അനന്തരഫലം ദൈവം നോക്കിക്കൊള്ളും. നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ എടുക്കുക. യാതൊരു മുൻവിധിയുമില്ലാതെ പൗലോസിനെ സ്വീകരിച്ച ബർന്നബാസ് വലിയൊരു അപ്പോസ്തോലൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു സഹായമാണ് ചെയ്തത്. ആ നിലയിൽ ആളുകളെ കാണാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.